റബ്ബ് നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അമലായാണ് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദുആ എന്ന് പറയുന്ന പുണ്യകർമ്മത്തെ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കാൻ ഈ വിഷയത്തിന്റെ പഠനം നമുക്ക് അള്ളാഹു ഒരു കാരണമാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗതുല്യമാക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പ് നൽകുമാറാവട്ടെ. സുദീർഘമാക്കുന്നില്ല, ഞാൻ ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ അതിപ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ആരാധന, 2 പ്രാർത്ഥന. ആരാധന എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള അടുപ്പം സ്ഥാപിക്കാൻ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള രൂപത്തിലും കോലത്തിലും സമയത്തിലും ഉള്ള കർമ്മങ്ങളാണ്. അത് ധാരാളമുണ്ട്. നമ്മൾ ചെയ്യൽ നിർബന്ധമായവയാണ്. ചെയ്യൽ നിർബന്ധം അല്ലെങ്കിലും ചെയ്താൽ അതേ പരിഗണനയിൽ പുണ്യം രേഖപ്പെടുത്തപ്പെടുന്ന ആരാധനകളും ഉണ്ട്, സുന്നത്തായ ആരാധനകൾ. ഇബാദത്ത് എന്ന അറബിയിൽ പറയും. ആ ഒരു പ്രയോഗമാണ് നമ്മെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുക. 2ാമത്തെ കാര്യമാണ് ദുആ, പ്രാർത്ഥന. പ്രാർത്ഥന അഥവാ ദുആ എന്നത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് ചോദിക്കാനാണ്. ഈ 2 കാര്യങ്ങളിലൂടെയും, ആരാധന എന്ന ഇബാദത്തിലൂടെയും പ്രാർത്ഥന എന്ന ദുആയിലൂടെയും നമുക്ക് അള്ളാഹുവിനോട് അടുപ്പം സ്ഥാപിക്കാൻ കഴിയും. 2ാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദുആ അഥവാ പ്രാർത്ഥന, അതും ആരാധന തന്നെയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം അത് നടത്തിത്തരുന്ന അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം സ്ഥാപിക്കാനും, എത്ര കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവനോട് ചോദിച്ച് നേടിയെടുക്കുന്നുവോ അത്ര കണ്ട് അവനോട് അടുത്തടുത്ത് ചെല്ലാനും കഴിയുന്ന ഈ അവസ്ഥയെ ഉപയോഗപ്പെടുത്തുക എന്നതല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യാം. ശരിയായ ബുദ്ധിയുള്ളവൻ അങ്ങനെ ചെയ്യാം. ശരിയായ ബുദ്ധിയുള്ളവൻ അള്ളാഹിനെ കുറിച്ച് ഓർക്കാനുള്ള അവസരങ്ങൾ തേടി നടക്കുന്നവനാണ്. അങ്ങനെ വരുമ്പോൾ ദുആയിലൂടെയും അത് സാധ്യമാവുമെങ്കിൽ അവൻ അതും ഉപയോഗപ്പെടുത്താം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ശരിയായ ബുദ്ധിയുള്ള മനുഷ്യന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും എല്ലാം അള്ളാഹുവിനെ അവന്റെ സ്മൃതിപദങ്ങളിൽ കൊണ്ടുവരാൻ, അവന്റെ ഓർമ്മയുടെ തലങ്ങളിൽ എത്തിക്കാൻ അവൻ എല്ലാ നിലക്കും പരിശ്രമിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കും അങ്ങനെ വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആയിരക്കണക്കിന് ആവശ്യങ്ങൾ റബ്ബിന്റെ മുന്നിൽ പറയാനുണ്ട്. എത്ര ആവശ്യമാണ് നമുക്കുള്ളത്? എല്ലാ ഓടി നടന്ന് കിതച്ച് അവസാനം നിരാശയിലാകുമ്പോഴാണ് അള്ളാഹുവിനോട് ഇത് പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നലെങ്കിലും നമ്മുടെ ഉള്ളിൽ അവസാനമായാണെങ്കിലും കടന്നു വരാം. അതുപോലും കടന്നു വരാത്തവരുണ്ട്. ചിലരുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ദുആ ചെയ്യാതെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നുള്ള വസിയത്ത് പറഞ്ഞു പഠിച്ചവർ. വസിയത്ത് ചെയ്യണം, നല്ലതാണ്, പുണ്യമാണ്. ആ വസിയത്ത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് വേണ്ടി എത്ര അധ്വാനിച്ചിട്ടുണ്ട്? നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ദുആഇന്റെ സമയങ്ങളിൽ എത്ര പ്രാവശ്യം അതിന് ഇടം കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അല്ലാഹുവോട് ചോദിക്കാതെ മറ്റുള്ളവരോട് കാണുമ്പോഴൊക്കെ ദുആ ചെയ്യ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക എന്ന പ്രവണതയും അത്ര നല്ലതല്ല. ഒരു വിഭാഗം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അല്ലാഹു പടച്ചു വിട്ടിട്ടില്ല. എല്ലാവർക്കും അല്ലാഹുവിനോട് ചോദിക്കാം. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഓരോ നിമിഷവും അല്ലാഹുവോട് ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആകാശത്തിലും ഭൂമിയിലുള്ള സർവർക്കും ചോദിക്കാൻ അവകാശമുണ്ടെന്നാണ്. സർവരും ചോദിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്നാണ് ഈ ആയത്ത് നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ചോദിക്കണം, അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും നേരമായിട്ട് നമ്മൾ എത്ര കാര്യം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്? നേരെ മറിച്ച് പരിസരങ്ങളിലുള്ളവരോട് ഒരു ആശ്രയം എന്നോണം നമ്മൾ എത്ര കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്? മകനെ ആ ഫാൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യ്, മകളെ അത് നീ ഒന്ന് എടുക്ക്, ഭാര്യയോടാണെങ്കിൽ അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
എനിക്ക് ഇന്നത് ചെയ്തു തരൂ എന്ന് എല്ലാ കാര്യങ്ങളെയും നിഷ്പ്രയാസം ചെയ്തു തരാനും ആവശ്യപ്പെടുന്തോറും അത് ഇഷ്ടം കൂടുതൽ കിട്ടാൻ കാരണവുമാകുന്ന ഒരേ ഒരു ഇടം അള്ളാഹു മാത്രമാണ്. ആ റബ്ബിനോട് എന്താ നമ്മൾ ഇത്രയും നേരം ആയിട്ട് എന്ത് കാര്യം ആവശ്യപ്പെട്ടത്? ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്ക് സുപരിചിതമായ ചില അറബി പദങ്ങൾ കൊണ്ട് ചിലപ്പോൾ സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് ദുആ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവും. അത് റബ്ബിനോട് ആവശ്യപ്പെടലാണ് എന്ന അർത്ഥത്തിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഒരു ഇബാദത്തിനോട് അനുബന്ധമായി വരുന്ന മറ്റൊരു ഇബാദത്ത് എന്ന പരിഗണനയിൽ മാത്രം. ഇതെല്ലാവരും അടച്ചാക്ഷേപിച്ച് പറയലല്ല, പൊതുവെ ഉള്ള ജീവിത ക്രമീകരണങ്ങളിൽ നാം കാണുന്ന അബദ്ധങ്ങളെ സൂചിപ്പിച്ചതാണ്. എന്നാൽ അള്ളാഹുലേക്ക് നമുക്ക് അടുക്കണ്ടേ? നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രതിസന്ധികളെ അരിഞ്ഞു വീഴ്ത്താൻ ഒരു ആയുധം അള്ളാഹു തന്നിട്ടുണ്ട് ഈ ഭൂമിയിൽ. നമ്മുടെ ജീവിതം പ്രതിസന്ധികളിലൂടെയാണ്. കാരണം ഇത് ദുനിയാവാണ്. ദുനിയാവിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അരിഞ്ഞു വീഴ്ത്താൻ നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിരിക്കുന്ന ആയുധം അത് ദുആയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീനീ വ്യവസ്ഥയും നമ്മുടെ ദീനീ ചൈതന്യവും തകർന്ന് താഴെ വീഴാതെ താങ്ങി നിർത്താൻ ദീനിന്റെ തൂണായി അള്ളാഹു നൽകിയത് അതും ദുആയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തിലും ഭൂമിയിലും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട അവസ്ഥ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയാണ്. പക്ഷേ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവരും അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദി കുല്ല യൗമിൻ. ഓരോ നിമിഷവും ചോദിച്ചുകൊണ്ടിരിക്കുക. കുല്ല യൗം ഐ കുല്ല ലഹ്ള എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ നിമിഷാർത്ഥങ്ങളിലും അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരും. അങ്ങനെ വരുമ്പോൾ ചോദ്യങ്ങൾ ഇവിടെ നിലയ്ക്കുന്നില്ല. ആകാശത്തിലും ഭൂമിയിലുമുള്ളവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിലയ്ക്കാത്ത ഒരു പ്രവാഹമായി റബ്ബിനോടുള്ള ചോദ്യങ്ങൾ ആകാശത്തിലും ഭൂമിയിലും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റബ്ബിനോടുള്ള ആ ചോദിക്കൽ അത് ആകാശത്തിന്റെയും ഭൂമിയുടെയും വെളിച്ചമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ നമ്മൾ ഈ പറഞ്ഞ ആശയത്തിന്റെ വാക്കുകൾ വായിച്ചെടുക്കാൻ കഴിയും. عن أبي هريرة عن علي رضي الله عنه أنه قال رسول الله صلى الله عليه وسلم الدعاء سلاح المؤمن وعماد الدين ونور السماوات والأرض. തീർച്ചയായും ഹബീബ് പഠിപ്പിക്കുകയാണ്, ദുആ എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസിയുടെ ആയുധമാണ്. മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ അരിഞ്ഞു വീഴ്ത്താൻ അല്ലാഹു കൊടുത്ത ആയുധം. ദുആ എന്ന് പറഞ്ഞാൽ ദീനിന്റെ തൂണാണ്. ദുആ എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ ആകാശത്തിന്റെയും ഭൂമിയുടെയും അവസ്ഥാന്തരങ്ങളിലെ പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു ബന്ധം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഇതിനോടൊരു ബന്ധം വേണ്ടേ? റബ്ബിനോട് നമുക്ക് അടുക്കണ്ടേ? ദുആ ചെയ്താൽ മതി, നമ്മുടെ കാര്യം നേടലുമായി. രണ്ട് കാര്യമുണ്ട്. റബ്ബിനോട് അടുക്കുക എന്ന ആ വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് റബ്ബിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നതിന്റെ ഒരു ബാലപാഠം ഇതേക്കുറിച്ച് നമുക്കുണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم يقول الله عز وجل أنا عند ظن عبدي بي وأنا معه حين يذكرني إن ذكرني في نفسه ذكرته في نفسي وإن ذكرني في ملأ ذكرته في ملأ هم خير منهم. അല്ലാഹുവിന്റെ രീതികളെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നതായ ഒരു ഖുദ്സിയായ ഹദീസ്. എന്തിനാ നമ്മൾ ദുആ ചെയ്യാ? അല്ലാഹനെ ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലാഹനെ ഓർക്കാൻ ദുആ ചെയ്യാ. യഥാർത്ഥത്തിൽ ദുആഇന്റെ അടിസ്ഥാനം അല്ലാഹുവിനെ ഓർക്കലാണ്. അല്ലാഹു പറയുന്നതായി ഹബീബ് പറയുകയാണ്, അന ഇൻദ ളന്നി അബ്ദീ ബീ. എന്റെ അടിമ എന്നെ കുറിച്ച് എവിടെയാണോ വിചാരിക്കുന്നത് അവിടെയുണ്ട് ഞാൻ. എന്റെ റബ്ബെന്നെ കൈവിടൂല. എന്റെ അടിമയുടെ വിശ്വാസവും ഭാവനയും അങ്ങനെയാണെങ്കിൽ തെറ്റുകയില്ല ഭാവന, തെറ്റുകയില്ല, തകരുകയില്ല വിശ്വാസം. ഞാൻ അവനെ കൈവിടില്ലെന്ന് അല്ലാഹ് പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അടിമ എവിടെയാണോ എന്നെ കാണുന്നത് അവിടെ ഉണ്ട് ഞാൻ.
ഉറപ്പാണ് എന്റെ റബ്ബെന്നെ കൈവിടൂല. ഈ ഒരു യഖീൻ നമുക്ക് ഇല്ല. ഈ ഒരു യഖീൻ ഉണ്ടായവരാണ് ഇന്നലെ കഴിഞ്ഞു പോയവർ. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ഭാവിക്കുന്നുവോ അവിടെയുണ്ട് ഞാൻ. മാത്രവുമല്ല, അവൻ എന്നെ ഓർക്കുന്നത് അവന്റെ സ്വകാര്യതയിലാണ് എങ്കിൽ എന്റെ അടിമ എന്നെ ഓർക്കുന്നോടത്ത് ഞാൻ അവന്റെ കൂടെയുണ്ട്. എന്റെ അടിമ അവന്റെ സ്വകാര്യതയിലാണ് എന്നെ ഓർക്കുന്നത് എങ്കിൽ എന്റെ ഏകാന്തതയിൽ ഞാൻ അവനെ ഓർക്കുന്നു. അള്ളാഹുവിന്റെ ചുറ്റുവട്ടത്തും മറ്റു മലക്കുകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും സ്വകാര്യമായി അള്ളാഹു അവന്റെ അടിമയെ ഓർക്കും. ആരെയും ഉൾപ്പെടുത്താതെ അള്ളാഹുവിന്റെ സ്വകാര്യതയിൽ ഓർക്കും. ഹബീബ് പഠിപ്പിച്ചു. വീണ്ടും അള്ളാഹു പറഞ്ഞു, ഒരു സംഘത്തിൽ വെച്ചുകൊണ്ടാണ് എന്റെ അടിമ എന്നെ ഓർക്കുന്നതെങ്കിൽ അവൻ ഓർക്കുന്നത് ഏതൊരു സംഘത്തിലാണോ അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു സംഘത്തിൽ വെച്ചുകൊണ്ട് ഞാൻ അവനെ ഓർക്കുമത്രേ. അള്ളാഹു പറയുന്നു വൈൻ തഖറബ മിന്നീ ശിബ്റാ തഖറബതു ഇലൈഹി ദിറാ. എന്നെ ഓർക്കുക വഴി അവൻ എന്നോട് അടുപ്പം സ്ഥാപിക്കല്ലേ, അനുരാഗം എന്നോട് തോന്നുകയല്ലേ. അള്ളാഹുവിനോട് അനുരാഗം തോന്നണമല്ലോ. വല്ലദീനാമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നല്ലേ, റബ്ബിനോടൊരു സ്നേഹം. എന്റെ റബ്ബേ എന്ന് വിളിക്കുമ്പോൾ എന്റെ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു വിളിയാ. എന്റെ മോനെ, എന്റെ മോളെ, എന്റെ ഉമ്മ, എന്റെ പെണ്ണെ, എന്റെ ഭർത്താവ്, എന്റെ ഉണ്ടല്ലോ. എന്റെ എന്നതിനേക്കാളും വലിയൊരു എന്റെ ആണ് എന്റെ റബ്ബേ. അങ്ങനെ ആവണമെന്നാ. വല്ലദീനാമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവരുടെ ഏറ്റവും വലിയ എന്റെ അത് അള്ളയാണെന്നാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കാണ് ദുആയിലൂടെ എന്റെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു പറയുന്നു, എന്നോട് എന്റെ അടിമ അടുത്തത് ഒരു ചാൺ ആണ് എങ്കിൽ ഞാൻ അവനോട് അടുക്കുന്നത് ഒരു മുഴമാണ്. എന്റെ അടിമ എന്നോട് അടുക്കുന്നത് ഒരു മുഴമാണ് എങ്കിൽ തഖറബതു മിൻഹു ബഅ, ഒരു മാറ് അടുപ്പമാണ് എനിക്ക് അവനോടുള്ളത്. അതായത് രണ്ട് കൈ നിവർത്തി പിടിച്ചാൽ എത്രയാണോ എന്റെ അടിമയോട് എനിക്കുള്ള അടുപ്പം അങ്ങനെയായിരിക്കും. അവൻ എന്നോട് അടുക്കുന്നത് സാങ്കല്പികമെന്നോണം നടന്നാണ് എങ്കിൽ അതൈതുഹു ഹർവല, ഞാൻ അവനോട് ഓടിയാണ് അടുക്കുന്നത്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കാൻ ദുആ ഒരു ഇലാഹി സ്മരണ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കാം. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നേടിയെടുക്കലല്ല, കുറെ കാര്യങ്ങൾ പറയേണ്ട ഇത് സംബന്ധമായിട്ട്. കുറെ കാര്യങ്ങൾ ദുആ ചെയ്തിട്ട് ഉത്തരമില്ലെന്ന പരാതി ഇനി പറയണ്ട. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ദുആ ചെയ്യാൻ. 3 കാര്യങ്ങൾ, 3 അബദ്ധങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് ദുആ ചെയ്തിട്ട് നമുക്ക് ഉത്തരമില്ലാത്തത്. 3 അബദ്ധങ്ങൾ നമുക്കുണ്ട്. ആ 3 അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ദുആ ചെയ്തിട്ട് ഉത്തരമില്ലാത്തത്. ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരമില്ലെന്ന പരാതി ഇനി ആരും പറയണ്ട. ഈ 3 അബദ്ധങ്ങൾ ഒഴിവാക്കിയാൽ മതി. കേട്ടോ? ഒന്നാമത്തേത്, നമ്മൾ ചോദിക്കുന്ന കാര്യം ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അതൊരു പാപകരമായ കാര്യമായിരിക്കും. പടച്ചോനെ, അവനെ നീ പാഠം പഠിപ്പിക്കണം, അവനെ നീ ഇടങ്ങേറ് കൊടുക്കണം. അങ്ങനെ ദ്വാരക്കാറുണ്ടോ? ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ദ്വായിലൂടെ നമ്മൾ ആ പദങ്ങൾ ഉച്ചരിച്ചാൽ ശരിക്കും അതൊരു പാപമാണ്. എന്ന് പറഞ്ഞാൽ അന്യായമായ കാര്യങ്ങളിലാണ്, അന്യായമായ കാര്യങ്ങളിൽ. പിന്നെയോ കുടുംബബന്ധം മുറിച്ചു കളയുന്ന രീതിയിൽ വരാവുന്ന കാര്യങ്ങളുണ്ട്. കുടുംബബന്ധം മുറിച്ചു കളയുന്ന രീതിയിൽ വരാവുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ലേ? പറഞ്ഞ രണ്ടും. മൂന്നാമത്തേത്, ഞാൻ ദ്വാരുന്നില്ല, എന്തായിരിക്കും ഉത്തരവില്ലാത്ത, എന്തപ്പോ ദ്വാരന്നിട്ട് എന്നാ കാര്യം, ഒരു ഉത്തരവില്ല, എന്തായിരിക്കും ഉത്തരം കിട്ടാത്ത, ഈ ഒരു ധൃതി, ഈ ഒരു തിടുക്കം, ഈ 3 കാര്യം കൊണ്ട് ഒഴിവാക്കണം. 1-2 ഹദീസുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴാണ് ആ ഒരു ആശയം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടാൻ. ഇമാം തുർമുദിയുടെ ജാമിഇലെ 2 ഹദീസാണ് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് തരട്ടെ. മഹാനായ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ 4 പ്രതികരണം. അടുത്ത ഹദീസ് അബൂ ഹുറൈറ തങ്ങളിൽ നിന്നുള്ള ഉദ്ധരണി ഇമാം തുർമുദി തന്നെ ഉദ്ധരിക്കുന്നു. ഈ 2 ഹദീസ് ചേർത്ത് വെക്കുമ്പോഴാണ് 4 പ്രതികരണം നമുക്ക് കിട്ടുക. എന്താ ഈ പറഞ്ഞത്? നമ്മൾ ദുആ ചെയ്യുമ്പോൾ 4 പ്രതികരണമുണ്ട് ഇങ്ങോട്ട്.
അള്ളാഹുവിൽ നിന്നും 4 റിയാക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഒരു പ്രതികരണമായി റബ്ബിൽ നിന്നും 4 എണ്ണം വരുന്നുണ്ട്. ഈ ഒരു ദുആ എന്ന ഒറ്റ പ്രവർത്തനത്തിന് പ്രതികരണമായി 4 പ്രവർത്തനം അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഒരു ദുആ എന്ന ഒരു പണി നമ്മൾ എടുക്കുമ്പോൾ അള്ളാഹു 4 പണി അങ്ങോട്ട് നിർവഹിക്കാം. ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. ദുആ ചെയ്തിട്ട് ഉത്തരവില്ലാന്ന് പറയല്ലേ. ഈ 3 അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഉത്തരമില്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ 3 അബദ്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഉത്തരമില്ല എന്ന് പറയല്ലേ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിന്റെ ഈ തെറ്റിദ്ധാരണയെ തിരുത്തി തരുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, മാ അലൽ അർളി മുസ്ലിമുൻ യദുഉല്ലാഹ ബിദഅവത്തിൻ ഇല്ലാ തഅല്ലാഹു ഇയ്യാഹാ ഔ സറഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ. ഒരു മുഅ്മിനായ അടിമ അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പ്രതികരണത്തിൽ ഒന്നാമത്തേത് കേട്ടോ, അല്ലാഹു ഉത്തരം ചെയ്യും. ഒന്നാമത്തെ പ്രതികരണം ചോദിച്ച കാര്യം അല്ലാഹു അങ്ങോട്ട് നടത്തി കൊടുക്കും. അതാണ് ഒന്നാമത്തെ പ്രതികരണം. അതാണ്. രണ്ടാമത്തെ പ്രതികരണം ചോദിച്ചതിന് തുല്യമായ ഒരു ഇടങ്ങേറ് അവന്റെ വരും ജീവിതത്തിൽ നിന്നും അല്ലാഹു എടുത്തു മാറ്റും. രണ്ടാമത്തെ പ്രതികരണം അതാണ്. ഔ സറഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ. അവൻ ചോദിച്ചതിന് തുല്യമായി എത്ര ചോദിക്കുന്നുവോ അത്രയ്ക്കും ചോദ്യത്തിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും ദുരന്തത്തിൽ നിന്നും അല്ലാഹു സംരക്ഷണം കൊടുക്കാം. ഒരുപാട് ചോദിച്ചപ്പോ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, കണ്ണിൽ കൊള്ളേണ്ടത് പിരുകത്ത് കൊണ്ടു എന്ന് പറയും. പുരുകം കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ടു. ഇതില് വലുത് വന്നേനെ എന്തോ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. നമ്മൾ ചോദിച്ചത് PSCയുടെ ടെസ്റ്റിൽ 1ാം റാങ്ക് ആയിരിക്കും. നമ്മൾ ചോദിച്ചത് നിലവിലെ സാലറിയിൽ ഒരു പുരോഗമനമായിരിക്കും, പുരോഗതിയായിരിക്കും. അല്ലാഹു തന്നതോ തൊട്ടടുത്ത ദിവസം നടന്ന അപകടത്തിൽ സാരമായ പരിക്കിൽ നിന്നും നിസ്സാരമായ പരിക്കിലേക്ക് നമ്മളെ അല്ലാഹു സംരക്ഷിച്ചു നിർത്തി. 2 പ്രതികരണമായില്ലേ? ഒന്ന്, ചോദിച്ചത് അങ്ങനെ തന്നെ തരും. രണ്ടാമത്തേത് ചോദിച്ചത് കൊടുക്കൂല, പക്ഷേ ചോദിച്ചതിന് തുല്യമായ ദുരന്തങ്ങൾ അല്ലാഹു തടഞ്ഞു നിർത്തും. മൂന്നാമത്തെ പ്രതികരണം ഹബീബ് പഠിപ്പിച്ചു, വ ഇമ്മാ യുഅജ്ജല ലഹു ഫിദ് ദുനിയ വ ഇമ്മാ യുദ്ഖറ ലഹു ഫിൽ ആഖിറ. ആഖിറത്തിലേക്ക് അല്ലാഹു ഇതിനെ മാറ്റിവെക്കും. ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. അപ്പൊ എങ്ങനെയാ? ആഖിറത്തിൽ ചൊല്ലുമ്പോൾ ഇവിടെ ദുആ ചെയ്തതൊക്കെ ആ പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടിയിരുന്ന് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞതിനൊന്നും ഉത്തരം കണ്ടിട്ടില്ലല്ലോ. ഇവിടെ തുല്യമായ ദുരന്തങ്ങളും നീങ്ങിയതായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ മൂന്നാമത്തെ പ്രതികരണം എങ്ങനെയാ? നീ അവിടെ ഇരുന്ന് ദുആ ചെയ്ത സമയങ്ങൾക്കൊക്കെ വലിയ കൂലിയുള്ള അമലായി അല്ലാഹു അങ്ങോട്ട് നൽകും. നിനക്ക് നിസ്കരിച്ചപ്പോൾ കിട്ടിയ കൂലിയല്ല, നോമ്പെടുത്തപ്പോൾ കിട്ടിയ കൂലിയല്ല, ഹജ്ജ് ചെയ്തപ്പോൾ കിട്ടിയ കൂലിയല്ല, അതിലൊക്കെ വലിയ കൂലിയായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി നീ അവിടെ ചടഞ്ഞിരുന്നത്, നീ ദുആ ചെയ്തോടത്ത് ആമീൻ പറഞ്ഞതിന് അല്ലാഹു വലിയ കൂലി നൽകുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിൽ ചെല്ലുമ്പോഴത് കിട്ടാം. അപ്പൊ അവൻ ആഗ്രഹിക്കത്രേ, പടച്ചോനെ കുറെ ദുആക്കൊക്കെ നീ എനിക്ക് ഭൂമിയിൽ വെച്ച് ഉത്തരം തന്നിരുന്നു, അതന്ന് ഉത്തരം കിട്ടാതിരുന്നിരുന്നെങ്കിൽ അതും കൂടിയായിരുന്നു ഈ ആഖിറത്തിൽ വലിയ ഒരു സമ്പാദ്യമായേനെ, ആഖിറത്തിലേക്ക് ഡെപ്പോസിറ്റായി മാറും. 3 പ്രതികരണം അങ്ങനെയാണെങ്കിൽ നാലാമത്തെ പ്രതികരണം വൈമാ യുകഫിറൻഹു മിൻ ദുനൂബിഹി ബിഖദരി മാ ദആ. അവന്റെ പാപങ്ങൾ ഒരുപാടുണ്ടാകും, പാപങ്ങളെ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അവൻ ചെയ്ത ദുആഇന്റെ കണക്കനുസരിച്ചുകൊണ്ട് പാപങ്ങളുടെ കണക്ക് അല്ലാഹു കുറയ്ക്കും, പാപം പൊറുക്കും. പഠിച്ചു വെച്ചോ, ദുആയുടെ പ്രതികരണം 4 ഒന്ന് ചോദിക്കുന്നത് പെട്ടെന്ന് നൽകും. ഈ പെട്ടെന്ന് പറയുമ്പോൾ ഭൂമിയുടെ കാലയളവ് അനുസരിച്ച് ചിലപ്പോൾ വർഷങ്ങളൊക്കെ പിടിക്കാം. സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയെ നശിപ്പിക്കണേ എന്ന് ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അനിവാര്യമായ ദുആ മൂസാ നബി ദുആ ചെയ്തില്ലെങ്കിലും അള്ളാഹു അത് ഭൂമിയിൽ ചെയ്യേണ്ട കാര്യമാണ്. ഭൂമിയിൽ അഹങ്കരിച്ച ഫറോവയെ പാഠം പഠിപ്പിക്കുക എന്നത് അള്ളാഹു ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ടും ദുആ ചെയ്തത് ഒരു നബിയും കൂടിയാണ്. ആ ദുആ നടപ്പാവാൻ ഏകദേശം 40 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്.
അപ്പൊ അത്രയും മുഖ്യവും പ്രാധാന്യവുമുള്ള കാര്യം, പ്രധാന വ്യക്തിത്വം അള്ളാഹുവോട് ദുആ ചെയ്തിട്ടും സാവകാശം വേണ്ടി വന്നു. നമ്മളിപ്പോ ദുആ ചെയ്യുന്ന അതുപോലത്തെ കാര്യങ്ങളൊന്നും ആവില്ലല്ലോ. വീടിന്റെ തറ കെട്ടിയിട്ടിരിക്കുന്നു, ഈ 5 മാസത്തിനുള്ളിൽ അതിന്റെ പണി കഴിയണം. നമ്മൾ ദ്വാരുന്നത് അങ്ങനെയാ. അള്ളാഹു ഒരു 10 മാസത്തിനുള്ളിലാണ് പണി തീർത്തു തന്നത്. ഒരു ഉദാഹരണമാണ്. മുഖ്യവും പ്രാധാന്യവുമുള്ള കാര്യത്തിൽ പോലും പ്രാർത്ഥനയിൽ സാവകാശം കണ്ടിട്ട് അവസാനിപ്പിക്കുക. അപ്പൊ ഭൂമിയിൽ നടപ്പാവുമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നടന്നോളണമെന്നില്ല. അപ്പൊ തന്നെ നടക്കുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. ഒന്നാമത്തെ പ്രതികരണം അള്ളാഹു നിറവേറ്റി തരും എന്നുള്ളതാണ്. പെട്ടെന്നും ആവാം, ഇത്തിരി സാവകാശമാവാം. അതിന് പല കാരണങ്ങളുണ്ട്. ഈ വർഷം കുട്ടി ഉണ്ടായില്ല, കല്യാണം കഴിഞ്ഞൊരു കൊല്ലായി കുട്ടി ഉണ്ടായില്ല, ചോദിച്ചു. അപ്പൊ ചോദിച്ചതിന്റെ പിറ്റേന്ന് ഗർഭിണി ആവാം, ആവാതിരിക്കാം. ചിലപ്പോ ഒരു 3 കൊല്ലോടും കഴിയും. ഇപ്പൊ ചോദിച്ചാൽ അപ്പോഴത്തേക്കാവുള്ളൂ. അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെയല്ലേ. അത് അള്ളാഹുവിന്റെ അടുത്ത് ബിസി ആയതുകൊണ്ടൊന്നുമല്ല, അവിടെ ഓഫീസ് വർക്ക് കറക്റ്റ് അല്ലാത്തതുകൊണ്ടല്ല. ഇവിടെ നിന്ന് നീ ചെയ്യുന്ന, ഇവിടെ നിന്ന് നീ കൊടുക്കുന്ന അപേക്ഷയിൽ ഫില്ല് ചെയ്തത് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ്. അത് നന്നായി ക്ലിയറായി നീ നല്ലവനായി നീ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അത് അവിടെ അള്ളാഹു സ്വീകരിക്കാം. അല്ലെങ്കിൽ നിനക്ക് അത് സ്വീകരിച്ച് നടപ്പാക്കുന്നതിന് മുന്നേ വേറെന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തു തരാൻ്റെ അള്ളാഹുവിന്. നീ ചോദിക്കാത്ത കുറെ ചെയ്തു തരാനുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ദുആ. അപ്പൊ ഒന്നാമത് അള്ളാഹു ഇതിന് പ്രതികരണം നൽകും. രണ്ടാമത് റബ്ബ് നീ ചോദിച്ചതിന് തുല്യമായ ദുരന്തം അങ്ങോട്ട് നീക്കിക്കളയും. മൂന്നാമത് നീ ചോദിച്ചതിന് കൂലിയായ ആഖിറത്തിൽ ഒരു അമലായി ഇത് സ്ഥാപിക്കും. നാലാമത് നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ഇങ്ങനെ 4 പ്രതികരണമുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയം നഷ്ടമല്ല മുസ്ലിമേ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരം തടയപ്പെടുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞു, പാപകരമായ കാര്യം ചോദിക്കാം. 2, കുടുംബബന്ധം മുറിക്കാം. മൂന്നാമത്തെ കാര്യം നമുക്ക് കുടുംബബന്ധം മുറിക്കുന്ന കാര്യങ്ങൾ ദുആ ചെയ്യാം, പാപകരമായ കാര്യങ്ങൾ ദുആ ചെയ്യാം. ഇത് രണ്ടിനും ഉത്തരവല്ല. മൂന്നാമത്തെ കാര്യം, ഇത് രണ്ടും ഉൾപ്പെട്ട ദുആകൾക്ക് ഒന്നും ഉത്തരവല്ല. മൂന്നാമത്തെ കാര്യം, ദുആ ചെയ്ത ശേഷം ആ ദുആ അവിടെ നിലനിൽക്കണമെങ്കിൽ, റബ്ബിന്റെ അടുക്കൽ അത് നിലനിൽക്കണമെങ്കിൽ പിന്നെ നീ മിണ്ടാതിരിക്കണം. എന്ത് പറയണം? പടച്ചോൻ സ്വീകരിക്കട്ടെ എന്ന് പറയണം. അല്ലാതെ എങ്ങനെ പറയരുത്, ഞാൻ ദുആ ചെയ്തിട്ട് എന്താ കാര്യം? ഉത്തരവല്ലല്ലോ. എന്തോരം ദ്വാരക്കാന പുസ്താദേ, എന്തോരം നിക്കിരിക്കണ്ട, എന്നിട്ട് എന്താ കാര്യം? ഒരു ഗുണം കിട്ടണില്ല. എന്താ ഞാൻ ദ്വാരന്നിട്ട് പടച്ചോൻ കേൾക്കാത്ത? ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ദുആ ചെയ്തിട്ട് എന്താ, പള്ളിയിലെ സ്വലാത്തിൽ ദുആ ചെയ്തിട്ട് എന്നിട്ട് എന്താ ഉത്തരവില്ലാത്ത? അങ്ങനെ പറഞ്ഞാൽ തന്നെ നിനക്ക് വേണ്ടി അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം ദുആഇന്റെ അദബിന് വിരുദ്ധമായ വർത്താനം. ദുആഇന്റെ അദബിന് വിരുദ്ധമായ വർത്തമാനമാണ്. കണ്ടോ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, ഹബീബായ നബി തങ്ങൾ പറയുന്നു, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബി ഇസ്മിൻ ഔ ഖതിഅത്തി റഹിമിൻ മാ ലം യസ്തഅജിൽ. ധൃതി വെക്കാൻ പാടില്ല, ധൃതി വെക്കാൻ പാടില്ല. എന്തേ എന്റെ ദുആ സ്വീകരിക്കാത്തത് എന്ന് പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. ദുആ ചെയ്ത ദുആകളൊക്കെ ക്യാൻസലാവും. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയേ ഖീല യാ റസൂലല്ലാഹ്. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മൽ ഇസ്തിഅജാലു നബിയേ, എന്താ ദുആ ചെയ്തിട്ട് ധൃതി വെക്ക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നബിയേ? അവിടുന്ന് പറഞ്ഞു, ഒരാൾ ദുആ ചെയ്തു, എന്നിട്ട് അവൻ പറയാണ്, ഖദ് ദഅവതു വഖദ് ദഅവതു ഫലം അറ യസ്തജീബു ലി. ഞാൻ എന്തോരം ദുആ ചെയ്തു, ഞാൻ ഒരുപാട് ദുആ ചെയ്തു, ഞാൻ കണ്ടില്ല എനിക്ക് ആ ദുആഇന് ഉത്തരമുണ്ടായതായി. ആ ദുആഇന് ഉത്തരമുണ്ടായതായി എനിക്ക് ബോധ്യമായിട്ടില്ല. ഞാൻ ഒരുപാട് ദുആ ചെയ്തു, അതിലൊന്നും ഒരു കാര്യമില്ല, ഞാൻ ഈ ദ്വാരക്കൽ നിർത്തി. ഇങ്ങനെ പറഞ്ഞവൻ അവൻ പിന്നെ ദുആ ചെയ്യാതെയായി. പിന്നെ അവൻ ദുആ ചെയ്യൽ നിർത്തി. വലിയ വിശ്വാസമൊന്നുമില്ല. ഈ രീതിയിലേക്ക് റബ്ബിൽ നിന്നും അകലം പാലിക്കലോടുകൂടെ, മോനെ നിനക്ക് സാവകാശത്തിൽ അല്ലാഹു പരിഗണിച്ചു വെച്ച, നേരത്തെ പറഞ്ഞ 4-ൽ ഒരു പരിഗണന കിട്ടുമെന്ന് പറഞ്ഞോടത്ത് നിന്ന് നിന്റെ ദുആ അല്ലാഹു ക്യാൻസൽ ചെയ്തു. ഈ ഒരു വർത്തമാനം അല്ലാഹുവിനെ വേദനിപ്പിച്ചതാണ്. പടച്ചറബിനോട് എതിര് കാണിച്ചതാണ്. അല്ലാഹുവിനോടുള്ള നിന്റെ സ്നേഹബന്ധത്തിൽ, റബ്ബുമായുള്ള കൂട്ടിൽ നീ അത് പറയാൻ പാടില്ലാത്തായിരുന്നു. അതുകൊണ്ട് ഉത്തരവില്ല. ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ച അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും.
ഒരു സംഭവം കൂടി പറയാം. നമുക്കൊരു തോന്നലുണ്ട്, വലിയ വലിയ തലകെട്ടുകാരും വലിയ വലിയ ആളുകളും ഒരുപാട് നിസ്കരിക്കണവരൊക്കെ ദുആ ചെയ്താലേ ഉത്തരവുള്ളൂ. അല്ല, മനസ്സ് വേദനിക്കുന്നവൻ ആര് ദുആ ചെയ്താലും ഉത്തരവുണ്ട്. ഒരു സംഭവം പറഞ്ഞുതരാം. മനസ്സ് വേദനിക്കുന്നവൻ ആര് ദുആ ചെയ്താലും ഉത്തരവുണ്ട്. ഇന്ന ആള് മുഖേന ഒരു വേദന ഉണ്ടായ, പടച്ചോനെ അത് എനിക്ക് ചോദിക്കാൻ കഴിവില്ല, നീ ചോദിച്ചോ എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണീര് അള്ളാഹു കാണും. അത് ചോദിക്കുക കൂടി വേണ്ട, അവന്റെ മനസ്സിലുണ്ടായാൽ മതി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ റാഹിൽ മരണപ്പെട്ടു. അപ്പൊ 2 കുട്ടികളുണ്ട്, ബിന്യാമീനുണ്ട്, യൂസുഫ് നബിയുമുണ്ട്. ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിക്ക് പാല് കൊടുക്കാൻ ഒരു സ്ത്രീയെ യാക്കൂബ് നബി വാടകയ്ക്ക് വിളിച്ചു, കൂലിക്ക് വിളിച്ചു. അവർക്ക് അതേ പ്രായത്തിൽ വേറൊരു കുട്ടിയുണ്ട്. അപ്പൊ നിബന്ധന ഇതാണ്, രാത്രിയിൽ എൻ്റെ കുട്ടിക്ക് പാല് നീ കൊടുക്കണം എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു പ്രവാചക കുടുംബത്തിലെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വന്ന ആ സഹോദരി രാത്രി നബിയുടെ യാക്കൂബ് നബിയുടെ മകന് പാല് കൊടുക്കാന്ന് അങ്ങോട്ട് ഏറ്റെടുത്ത്. അപ്പൊ അള്ളാഹു ആ സ്ത്രീയുടെ കുട്ടിക്ക് രാത്രിയിൽ സുഖമായ ഉറക്കവും കൊടുത്തു. അത് സ്വാഭാവികമായും അവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. പകലിൽ യാക്കൂബ് നബിയുടെ മകന് നല്ല ഉറക്കം കിട്ടും, അപ്പോൾ മറ്റേ ആ സ്ത്രീയുടെ കുട്ടിക്ക് ഉറക്കം കുറയും. അങ്ങനെ പാല് കുടിക്കുന്നതിൽ രാവും പകലും അള്ളാഹു തന്നെ അവരിൽ ഒരു സമയ സംവിധാനം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇടയ്ക്കൊരു ദിവസം യാക്കൂബ് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു, യാക്കൂബ് നബിയുടെ കുട്ടിയും കരയുന്നു രാത്രി, ആ സ്ത്രീയുടെ സ്വന്തം കുട്ടിയും കരയുന്നു. പെട്ടെന്ന് യാക്കൂബ് നബിയുടെ കുഞ്ഞ് കടിച്ചു പിടിച്ചിരിക്കുന്ന അമ്മിഞ്ഞ തട്ടി മാറ്റിയിട്ട് ആ സ്ത്രീ ആ ഇരുട്ടിൽ യാക്കൂബ് നബിയുടെ മകനെ മാറ്റി കിടത്തിയിട്ട് കരയുന്ന കുട്ടിയെ പ്രശ്നമാക്കാതെ തന്റെ കുട്ടിയെ ചേർത്ത് പിടിച്ച് പാല് കൊടുക്കുന്നു. ഇത് വല്ലാത്ത വിഷമം തോന്നി. ഒന്ന് തന്റെ കുഞ്ഞ് കരയുന്നതിന്റെ വിഷമം, പിന്നെ ആ കുഞ്ഞിന് സ്വന്തമായൊരു ഉമ്മയില്ലാത്തതിന്റെ വിഷമം, പിന്നെ തന്റെ നിബന്ധനയെ അവഗണിച്ച വിഷമം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും സുരക്ഷിതമായി ഈ കുട്ടിയെ മറ്റൊരിടത്ത് വളർത്താൻ വേണ്ടിയിട്ട് അടിമ കച്ചവടക്കാരിൽപ്പെട്ട ചില സുഹൃത്തുക്കളെ ഏൽപ്പിക്കാണ്. നേരം പുലർന്നപ്പോൾ ഈ സഹോദരി അറിയാതെ അവരുടെ കുട്ടിയെ ആ സഹോദരി കാണാതെ സുരക്ഷിതമായി മറ്റൊരിടത്ത് വളർത്താൻ വേണ്ടിയിട്ട് അടിമ കച്ചവടക്കാരിലെ ചില സുഹൃത്തുക്കൾക്ക് ഈ കുട്ടിയെ എടുത്തു കൊടുക്കാണ്. അവർ കൊണ്ടുപോയി സുരക്ഷിതമായി ആ കുട്ടിയെ വളർത്തി വലുതാക്കി. പിന്നീട് ഈ കുട്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മറ്റേ മകന്റെ ഭരണകാലഘട്ടത്തിലെ പ്രധാന സ്ഥാനം കൊട്ടാരത്തിൽ വഹിച്ച ഒരു വലിയ ഉദ്യോഗസ്ഥനായി വരുന്നുണ്ട്. അത് വേറെ ഒരു ചരിത്രമാണ്, അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ഈ സഹോദരി നേരം പുലർന്നപ്പോൾ അവരുടെ കുഞ്ഞിനെ കാണാത്ത വിഷമത്താൽ വല്ലാതെ അങ്ങോട്ട് കരഞ്ഞു. യാക്കൂബ് നബി അലൈഹി സ്വലാം തന്റെ കുട്ടിയുടെ സുരക്ഷിതത്വം മാത്രം ആലോചിച്ചപ്പോൾ മുന്നിൽ കണ്ടത് മുഴുവൻ ശരിയായി തോന്നി. എന്നാലും അള്ളാഹുവോട് ദുആ ചെയ്തു. ആര് ദുആ ചെയ്തു? അംബിയാക്കളുടെ പിതാവ്, ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലി സമൂഹത്തിൽ വന്ന 10,000-കണക്കിന് നബിമാരുടെ പിതാവായ യാക്കൂബ് നബി ദുആ ചെയ്തു, പടച്ചോനെ എനിക്ക് നീ പൊറുക്കണേ അല്ലാ, ആ കുട്ടിയെ സംരക്ഷിക്കണേ, എന്നെ റബ്ബേ നീ വേദനിപ്പിക്കല്ലേ, വിഷമിപ്പിക്കല്ലേ അല്ലാ, ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ട് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങനെ മാനുഷികമായ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പെണ്ണ് ദുആ ചെയ്ത് ഒറ്റ കാര്യം, പടച്ചോനെ എൻ്റെ മോൻ എൻ്റെ അടുത്ത് നിന്ന് പോയി, അതെന്താന്ന് എനിക്കറിയില്ല, നിനക്കേ അറിയൂ, നീ അതിന് പരിഹാരം ചെയ്യണേ. ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്തോ, ആ വേദന യാക്കൂബ് നബിക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തിയതാണ്. പിൽക്കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട മകനായ യൂസുഫ് നബിയെ തന്റെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയതെന്ന് ഈ സംഭവത്തിന്റെ കാരണത്താലാണ് എന്ന് പോലും പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയെക്കാളും വേദനിച്ച ഉമ്മയുടെ കണ്ണുനീരിന് അല്ലാഹു പരിഗണന നൽകിയത് മദ്ലൂമിന്റെ ദുആഇന് ഉത്തരമുണ്ടെന്നാ പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനിച്ച് കരഞ്ഞവരൊന്ന് ദുആ ചെയ്താൽ, കുടുംബ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇല്ലാവചനങ്ങൾ പറയുന്ന ആരോപണങ്ങൾക്ക് വിധേയരായ പാവങ്ങളൊന്ന് കരഞ്ഞാൽ അല്ലാഹു അത് പരിഗണിക്കും, തീർച്ചയാണ്. ഓരോ കുടുംബ പ്രശ്നങ്ങളിലും ജയിക്കാൻ വേണ്ടി പലരും പലതും പറയും. ഉമ്മയെ പറയുന്ന മരുമകളെ പറയുന്ന ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ പറയും, ഇല്ലാത്തതും ഉള്ളതൊക്കെ പറയും. അവിടെ വീഴുന്ന കണ്ണുനീരിന് വിലയുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളെ ക്രോഡീകരിച്ച സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിക്കവാറും കാണുന്ന ഒരു തലവാചകം, ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് ബുഖാരി പോലെയുള്ള കിതാബുകളിലൊക്കെ ഉണ്ട്.
അല്ലാഹു ഒരു പ്രാർത്ഥനയെ സ്വീകരിക്കുന്നു. ദഅവത്തുൽ മദ്ലൂമി മുസ്തജാബുൻ വലൗ കാന കാഫിറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ലൂമായ ഒരു വ്യക്തിയുടെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും, അവൻ കാഫിറാണെങ്കിൽ പോലും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ മദ്ലൂമായ മനുഷ്യന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും, അവൻ കാഫിറാണെങ്കിൽ പോലും. ഇതൊരു അധ്യായത്തിന്റെ തലവാചകമാണ്. മഹാനായ ഇമാം ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് നമുക്ക് കാണാം. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഗവർണറായി കൂഫയിലേക്ക് നിശ്ചയിച്ചത് സയ്യിദന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു കൂഫയിലെ ഗവർണറായി സേവനം ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൂഫക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പരാതി പറയല അവരുടെ മിക്കവാറും സ്വഭാവം. ആരെ പറ്റിയും പരാതി പറയാ. കൂഫയിൽ എല്ലാവരും ഇല്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ആളുകൾക്ക് മാത്രം സ്വാർത്ഥമായ ചില താല്പര്യങ്ങളിൽ പരാതി പറയുക എന്ന സ്വഭാവമുണ്ട്. അവരിങ്ങനെ പരാതി പറയാൻ തീരുമാനിച്ചു. കൂടെ പരാതി പറയാം. അങ്ങനെ ഗവർണറെ പറ്റി പരാതി പറഞ്ഞു, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി. അപ്പൊ ജനങ്ങളിൽ ഒരു തൃപ്തിക്കുറവ് കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചിട്ട് പുതിയ ഗവർണറെ കൊടുത്തു. പുതിയ ഗവർണർ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഇവർക്ക് പരാതിയുണ്ട്. അങ്ങനെ പരാതി പറയാൻ ഒരു നാട്ടുകാരങ്ങോട്ട് തീരുമാനിച്ചു. ഖലീഫയുടെ മുന്നിൽ പരാതി എത്തി. എന്താണ് പരാതി? വ്യക്തി ജീവിതത്തിൽ നിസ്കാരമില്ല എന്നതാണ് പരാതി. ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്, പക്ഷെ വ്യക്തി ജീവിതത്തിൽ നിസ്കാരം കുറവാണെന്ന പരാതി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫയിലെ ഇപ്പോഴത്തെ ഗവർണറായ അമ്മാർ തങ്ങളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല അമ്മാർ, നിന്റെ വ്യക്തി ജീവിതത്തിൽ നിസ്കാരം കുറവാണെന്ന് പരാതി കേൾക്കുന്നുണ്ട്, എന്താ പ്രശ്നം? മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബിനോട്, ഫഇന്നി കുന്തു ഉസല്ലി ബിഹിം സ്വലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് നിസ്കരിച്ച പോലെ തന്നെ ഞാൻ കൂഫയിലെ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ നേതൃത്വത്തിൽ ഞാനുണ്ടല്ലോ. പിന്നെ എന്റെ വ്യക്തി ജീവിതത്തിൽ നിസ്കാരമില്ലെന്നാണോ? തങ്ങളെ, ഞാൻ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുബഹി വരെയുള്ള സമയത്ത് ഞാൻ നാലാക്കുന്നു. ആദ്യത്തെ 2 ഭാഗത്തിൽ ഞാൻ ഉറങ്ങുന്നു, പിന്നെയുള്ള 2 ഭാഗത്തിൽ ഞാൻ ഉണർന്നിരിക്കുന്നു, എന്നിട്ട് ഞാൻ നിസ്കരിച്ചു തീർക്കുന്നു. അപ്പൊ ഈ രാത്രിയിൽ എന്റെ വ്യക്തി ജീവിതത്തിലെ ഈ സ്വകാര്യമായ ഇരുട്ടിലെ നിസ്കാരത്തെ ആരെയും ഞാൻ ബോധിപ്പിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു, എനിക്കത് ബോധ്യമായി, ഈ ആരോപണം എനിക്ക് ബോധ്യമായി. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ അമ്മാർ തങ്ങളെ കുഫയിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ 2 പേരെ കൂടെ പറഞ്ഞയച്ചു. ഈ ആരോപണം, ഈ ഫിത്ന വന്നത് എവിടെ നിന്നാണെന്നറിയാൻ വേണ്ടി കൂടെ വന്നവരിങ്ങനെ അന്വേഷിച്ചു. കൂടെ വന്നവർ ആ പ്രശ്നം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവര് പോകുന്ന വഴിയിൽ മഹാനായ അമ്മാർ തങ്ങൾ കൂടെയുണ്ട്, എന്നാലും അവർ എല്ലാവരോടും അന്വേഷിച്ചു. എല്ലാവരോടും അന്വേഷിച്ചു. പള്ളികൾ മുഴുവനും കയറി ചെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചു. എല്ലാവരോടും ചോദിച്ചു, എങ്ങനെയുണ്ട് പുതിയ ഗവർണർ? എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. പള്ളികളിലും പരിസരത്തും ഒക്കെ നല്ല അഭിപ്രായം പറയുന്നത്, ആരും ഒരു മോശമായ അഭിപ്രായം പറയുന്നില്ല. അങ്ങനെ വന്നപ്പോ എവിടെ നിന്നാണ് ഈ ഫിത്ന വന്നത്? എത്രത്തോളം ബനു അബ്സ് ഗോത്രക്കാരുടെ പള്ളിയുടെ പരിസരത്തെത്തിയപ്പോൾ അവിടെയും ചോദ്യമുന്നയിച്ചു. അപ്പോൾ അവിടെ എല്ലാവർക്കും നല്ല മറുപടിയാ പുതിയ ഗവർണറെ പറ്റി. ഒരു വ്യക്തി ഇങ്ങ് കടന്നു വന്നിട്ട്, അയാളുടെ പേര് ഉസാമത്ത് ബിൻ ഖത്താദ എന്നാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഫിത്ന വരുന്ന അവിടെ നിന്നാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറയാണ്, അദ്ദേഹത്തെ പറ്റി പരാതി പറയാൻ തുടങ്ങി ഈ ഒരു വ്യക്തി. എന്താ പരാതി? 3 പരാതിയാ പറഞ്ഞത്. സംഘമായി ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്ന യാത്രകളിൽ അമ്മാർ പങ്കുചേരാറില്ല. സംഘമായി ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി പോകേണ്ട പരിപാടികളിലൊന്നും ഇദ്ദേഹം പങ്കുചേരാറില്ല. 1ാമത്തെ പരാതി. പിന്നെയോ, എന്തെങ്കിലും ഒരു പൊതുവിതരണം നടത്തേണ്ടോടത്ത് ഇദ്ദേഹം തുല്യമായി വീതിച്ചു കൊടുക്കാറുമില്ല. ഇദ്ദേഹം വിധിക്കേണ്ട വിധികളിലൊന്നും ഇദ്ദേഹം നീതിപൂർവം വിധിക്കാറില്ല. ഇങ്ങനെ 3 ആരോപണം പറഞ്ഞു.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ 2 പട്ടാളക്കാര് ഈ പരാതി കേട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണല്ലോ പറയണത്, ഫിത്തന വന്നത് ഈ ഭാഗത്തുനിന്നാണ്, ഈ പള്ളിയുടെ പരിസരത്തുള്ള ഇന്ന ആളിൽ നിന്നാണ്, ഇയാളിൽ നിന്നാണ്, ഉസാമത്ത് ബിൻ ഖത്താദ എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ് ഈ ഫിത്തന വന്നിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ നിസ്കാരമില്ല എന്ന് പറഞ്ഞ ആള് ആ ആരോപണത്തിന്റെ പിന്നിൽ ഇയാളായിരിക്കും. ഇല്ലാവചനം പറഞ്ഞതിന്റെ പേരിൽ മഹാനായ അമ്മാറിന് വേദന തോന്നി. നേരത്തെ മഹാനായ സഅദ് ഇവിടെ ഗവർണറായി ജോലി ചെയ്യുമ്പോൾ ഇതേപോലെ ആരോപണം ഉണ്ടായിട്ട് മഹാനവറുകളെ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചിട്ട് പുതിയ ആളെ കുറിച്ച് പറഞ്ഞു ഇതുപോലെയാ. മഹാനവറുകൾ പറഞ്ഞു, തീർച്ചയായും എന്നെ കുറിച്ച് പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ അള്ളാഹുവോട് അയാളെ കുറിച്ച് സങ്കടം പറയാൻ തീരുമാനിച്ചു. എനിക്ക് അയാളോട് പരാതി പറയാനില്ല, അയാളെ കുറിച്ച് എനിക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ റബ്ബിന് വിട്ടു, അള്ളാഹുവോട് ദുആ ചെയ്യാൻ തീരുമാനിച്ചു. റബ്ബിനോട് മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്, വേദനയോടുകൂടെ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബ, പടച്ച റബ്ബേ നിന്റെ ഈ അടിമ പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്, അത് കള്ളമാണ് എങ്കിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് ഖാമരിയാഅൻ വസുംഅതൻ ഫഅത്തിൽ ഉംറാ, അയാൾ ലോകമാന്യതയ്ക്കും ജനങ്ങളുടെ ഇടയിൽ വലിയ ആളാണെന്ന് പറയപ്പെടാനും വേണ്ടിയിട്ടാണ് അയാൾ ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് തമ്പുരാനെ അയാളുടെ ആയുസ്സിനെ നീ നീട്ടിയിടണം. ആയുസ് നീട്ടിയിടുന്നതിന്റെ കൂടെ തന്നെ അയാൾക്ക് റബ്ബേ നീ ദാരിദ്ര്യവും കൊടുക്കണം. അതുപോലെ തന്നെ പടച്ചോനെ അയാളെ നീ ഫിത്നയിലേക്ക് വലിച്ചെറിയണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നോടത്ത് കാണാം. പിൽക്കാലത്ത് മഹാനായ അമ്മാർ തങ്ങളെ വേദനിപ്പിച്ച ഈ മനുഷ്യൻ ഉസാമത്ത് ബിൻ ഖത്താദയുടെ പിൽക്കാല ജീവിതത്തെ കുറിച്ച് കേട്ടോ? അയാളോട് ആരെങ്കിലും അയാളുടെ ഈ വയസ്സാം കാലത്ത് അയാൾക്ക് പ്രായം കൂടിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഇമരോമങ്ങളൊക്കെ കണ്ണിനിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അത്രത്തോളം അയാൾക്ക് പ്രായം കൂടി. സഖത്ത ഹാജിബാഹു അലാ ഐനൈഹി മിനൽ കിബ്രി. അപ്പൊ അയാളോട് ചോദിക്കാണ്, എന്തപ്പോ നിങ്ങളുടെ ഈ അവസ്ഥ വളരെ മോശമാണല്ലോ. അപ്പൊ അയാൾ പറയുമായിരുന്നു, അയാൾ സ്വന്തം പറയും, ശൈഖുൻ കബീറും മഫ്തൂനുൻ അസാബത്തിനി ദഅവത്ത് സഅദ്, സഅദിന്റെയും അമ്മാറിന്റെയും ഒക്കെ ദുആ എനിക്ക് ഫലിച്ചതാണ്. സഅദിന്റെയും അമ്മാറിന്റെയും ഒക്കെ ദുആ എനിക്ക് ഫലിച്ചതാണ്. ഞാൻ അവരുടെ ദുആക്ക് അവരെനിക്കെതിരെ ദുആ ചെയ്തു പോയത് അവരുടെ കുരുത്തക്കേട് കിട്ടിയതാന്ന് പറയും. അങ്ങനെ ഇയാള് പിന്നീട് നടന്നു പോകുമ്പോൾ വഴിയരികിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇയാൾ അറിയില്ല, ഇയാൾ അവരുടെ ശരീരത്തിലേക്ക് നിന്ന് കയറും. അപ്പൊ സ്ത്രീകൾ കൈകാര്യം ചെയ്യും, തല്ലും, പ്രശ്നങ്ങളാവും, നാട്ടുകാർ കൈയിട്ടം കൊടുക്കും. ഈ രീതിയിലായി ഇയാൾ ആകെ ഫിത്നയിലായി. ഈ അവസ്ഥ മഹാന്മാരുടെ ദുആയായിരുന്നു. അപ്പൊ കുരുത്തക്കേട് എന്ന് പറയുന്നത് ശരിക്കും എതിരെയുള്ള ഒരു ദുആയ, വേദനിക്കുന്നവന്റെ മനസ്സിൽ നിന്ന് വരുന്നൊരു ദുആയ. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അന്യമാക്കണം. ദുആ എന്ന് പറയുന്ന ഈ ശീർഷകത്തിൽ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ചർച്ചകൾ തുടരാനുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബ് നമ്മുടെ അറിവിലും അമലിലും ബർക്കത്ത് നൽകുമാറാവട്ടെ.